വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നീറ്റ് 2025 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ്? ഓക്കെ, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ്, ട്രാൻസ്ക്രിപ്ഷൻ ശേഷം നടക്കുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്? നമുക്കൊരു 5 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 5 സ്റ്റേറ്റ്മെന്റ്സ്, അത് ഏതൊക്കെയാണ് ട്രൂ നോക്കണം. ആദ്യം നമുക്ക് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ്, അപ്പോൾ ആദ്യം നമ്മൾ ഒരു സെല്ല് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സെല്ല് എന്ന് പറയുന്ന പാർട്ട്. ഇതാണ് സെല്ല്. ഓക്കെ അല്ലേ? ഇതാണ് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് നമ്മളൊരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ആരുണ്ടാവും അവിടെ? നമ്മൾക്ക് അറിയാം, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ടാവും. ഓക്കെ, ഇതാണ് DNA. DNA എന്തിനു പോകും? ട്രാൻസ്ക്രിപ്ഷന് പോകും. ഓക്കെ, DNA ട്രാൻസ്ക്രിപ്ഷൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? HNRNA ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം HNRNA എന്ന് പറയുന്ന ഒരു ഇമ്മച്ചുവർ RNA ആണ്. അപ്പോൾ HNRNA നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും, നോൺ കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും. അപ്പം ഇതാണ് HNRNA കോഡിംഗ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇടക്ക് കാണുന്നതാണെന്ത്? HNRNA നോൺ കോഡിംഗ് സീക്വൻസ്. ഇതാണെന്ത്? HNRNA. HNRNA. The coding sequence of HNRNA is called exon. എന്ത് വിളിക്കും? exon. The non-coding sequence of HNRNA is called ഇൻട്രോൺ. അപ്പോൾ നമ്മൾ എങ്ങനെ ഓർക്കും? ഇൻട്രോൺസ് ആർ ദ ഇന്റർവെൽസ്. ഓക്കെ, ഇന്റർവെൽസ് നമ്മൾ ഒരു പണിയും ചെയ്യില്ല. അപ്പോൾ ഇൻട്രോൺസ് ആണ് ഇന്റർവെൽസ്. ഇൻട്രോൺസ് എന്താണ്? നോൺ കോഡിംഗ് പാർട്ടാണ്. ഓക്കെ, ദ റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ് ഇസ് കോൾഡ് സ്പ്ലൈസിങ്. അപ്പോൾ സ്പ്ലൈസിങ് നടക്കുന്ന എവിടെയാടാ? ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ആഫ്റ്റർ സ്പ്ലൈസിങ് എന്ത് ചെയ്യും? എല്ലാ എക്സോൺസും ജോയിൻ ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൈറ്റോപ്ലാസത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്, എക്സോന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്. അതെന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ 5' എൻഡിൽ ഒരു മീഥൈൽ ഗ്വാനോസിൻ അല്ലെങ്കിൽ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റിന് എന്ത് ചെയ്യും? ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിന്റെ 3' എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? അഡിനിലൈൻ റെസിഡ്യൂസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കുറേ അഡിനിൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ടെയിലിംഗ്. ഈ പ്രോസസ്സിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ മൊത്തം RNA എന്ത് ചെയ്യും? നമ്മളുടെ സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് പ്രീ mRNA ടു സൈറ്റോപ്ലാസം പ്രയർ ടു സ്പ്ലൈസിങ്. സ്പ്ലൈസിങ്ങിന് മുന്നേ ഒരിക്കലും RNA എന്ത് ചെയ്യില്ല? ട്രാൻസ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ? സ്പ്ലൈസിങ് എവിടെ നടക്കുന്നത്? ന്യൂക്ലിയസിനകത്തല്ല നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എ ഒരിക്കലും ആൻസർ വരാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ 3 കട്ട്. ഓക്കെ, റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ് സ്പ്ലൈസിങ്, അത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ് ആണ്. അപ്പോൾ ബി കറക്റ്റ് ആണ്. അപ്പോൾ ബി കറക്റ്റ് ആയിട്ട് വരുന്നത് 1 ഉണ്ട്, 4 ഉണ്ട്. അഡീഷൻ ഓഫ് മീഥൈൽ ഗ്രൂപ്പ് അറ്റ് 5' end ഓഫ് HNRNA. HNRNA 5' എൻഡിൽ എന്ത് ചെയ്യും? മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ക്യാപ്പിംഗ്. സി എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ബിയും സിയും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അഡീഷൻ ഓഫ് അഡിനിൻ റെസിഡ്യൂസ് അറ്റ് 3' of HNRNA, അതും കറക്റ്റ് ആണ്. ഓക്കെ, ബി സി ഡി എന്താണ്? കറക്റ്റ്. ഈ ബേസ് പെയറിംഗ് ഓഫ് 2 കോംപ്ലിമെന്ററി RNA, അതെന്തല്ല? കറക്റ്റ് അല്ല. അപ്പോൾ ബി സിയും ഡി വരുന്നത് ഓപ്ഷൻ 4 ആണ്. എന്തല്ല? ഓപ്ഷൻ 1 അല്ല.